നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കും? ഏറ്റവും അടുത്തു കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ ഇലക്ഷൻ, തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിശകലനവും ഒരു നിരീക്ഷണവുമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 140 മണ്ഡലങ്ങളിലും ആരാണ് ജയിക്കാൻ സാധ്യത, ഏത് മുന്നണിയാണ് ജയിക്കുക എന്ന് മുൻ അനുഭവങ്ങളുടെ മുൻ പ്രവചനങ്ങൾ കൃത്യമായതിൻ്റെ ആത്മവിശ്വാസത്തിൽ പ്രവചിക്കുവാനുള്ള ധൈര്യം കാണിക്കുകയാണ്. കേരളത്തിൻ്റെ മറ്റേത് ഭാഗങ്ങളിലും ഇല്ലാത്ത കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ചൂട് ഉണ്ടാകാൻ പോകുന്ന ഒരിടമാണ് നമ്മുടെ തലസ്ഥാനം. അവിടെ കൃത്യമായിട്ടും ത്രികോണ മത്സരം ആണ് നടക്കുക എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. LDF, UDF, NDA എന്നിവ കൃത്യമായിട്ടുള്ള തുല്യ ശക്തികളായി പരസ്പരം നിന്ന് പോരടിക്കുന്ന തിരുവനന്തപുരം ജില്ലയെ സമഗ്രമായി പഠിച്ചുകൊണ്ട്, അവിടെ മുൻ തിരഞ്ഞെടുപ്പുകളെ പഠിച്ചുകൊണ്ട് അവിടെ ഈ 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ആരാണ് ജയിക്കാൻ സാധ്യത എന്നാണ്. അനന്തപത്മനാഭൻ്റെ മണ്ണ് തിരുവനന്തപുരം, തെക്കേ അറ്റം നമ്മുടെ തലസ്ഥാനം, നമ്മുടെ ഭരണസ്ഥിരാകേന്ദ്രം. അവിടെ 14 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ കോവളം, തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, വർക്കല, പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട, അരുവിക്കര, വാമനപുരം, നെടുമങ്ങാട്, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, നേമം എന്നിങ്ങനെയാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ പേരുകൾ. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നേർക്കുനേർ പോരാട്ടം നടത്തിയത് ഒരുപക്ഷെ NDAയും UDFുമാണ്. നേട്ടം ഉണ്ടാക്കിയത് എല്ലാ മണ്ഡലങ്ങളിൽ തന്നെ, ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ തന്നെ UDF ആണ്. പക്ഷേ NDA 5 നിയമസഭാ മണ്ഡലങ്ങളിൽ, ലോക്സഭാ ഇലക്ഷനിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് നേടി, മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് ലീഡ് നേടി. നേമത്തിൽ 22,000 വോട്ടിനടുത്ത് ലീഡ് നേടി. ഈ LDF കുറച്ച് താരതമ്യേന മങ്ങിയ ഒരു പ്രകടനമായിരുന്നു. പക്ഷേ നോക്കൂ, തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ LDFും BJPയും നേർക്ക് നിന്ന് പോരാട്ടം നടത്തുന്ന രീതിയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം മാറി മറിഞ്ഞു. നമുക്ക് ഓരോ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ലോക്സഭയിൽ ഓരോ മുന്നണികളും പാർട്ടികളും എത്രയൊക്കെ വോട്ട് നേടി, അവിടെ ആർക്കാണ് സാധ്യത എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഓരോ മണ്ഡലങ്ങളെയും നമുക്കെടുത്തൊന്ന് പരിശോധിക്കാം. 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് നമ്മുടെ തലസ്ഥാന ജില്ലയിൽ ഉള്ളത്. അതൊന്ന് ആറ്റിങ്ങലും ഒന്ന് തിരുവനന്തപുരവുമാണ്. നമുക്കറിയാം, രണ്ടും UDF ആണ് വിജയിച്ചത്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. നോക്കൂ, വർക്കലയാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. വർക്കലയിൽ ലീഡ് നേടിയത്, ഒരേ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് ഈ ലീഡ് തിരുവനന്തപുരം ജില്ലയിൽ LDFന് ലഭിക്കുന്നത്. അത് ലീഡ് നേടിയത് വർക്കലയിലാണ്. വർക്കലയിൽ UDF നേടിയത് 39,806 വോട്ടാണ്. LDF നേടിയത് 45,930 വോട്ടാണ്. NDA നേടിയത് 40,816 വോട്ടാണ്. നോക്കൂ, UDFൻ്റെ ലീഡ് 6,124. രണ്ടാമത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ NDA BJPയാണ് ലീഡ് എടുത്തിട്ടുള്ളത്. നോക്കൂ, അവിടെ UDFന് 42,006 വോട്ടുകളാണ്, LDFന് 46,161 വോട്ട്, NDAക്ക് 52,448 വോട്ടും. ലീഡ് NDAക്ക് കിട്ടിയ ലീഡ് 6,287 വോട്ടിൻ്റെ ലീഡ് NDAക്ക് അവിടെ ലഭിച്ചു. മൂന്നാമത് ചിറയൻകീഴാണ്. ചിറയൻകീഴ് UDFനാണ് ലീഡ്. 47,695 വോട്ട് UDF അവിടെ നേടിയപ്പോൾ LDF 44,874 വോട്ടാണ്. NDA കാട്ടെ 42,927 വോട്ടാണ്. UDFൻ്റെ ലീഡ് 2,821. അടുത്തത് നെടുമങ്ങാടാണ്. നെടുമങ്ങാടും UDFനാണ് ലീഡ്. 50,437 വോട്ടുകൾ UDF നേടി. 50,042 വോട്ടുകൾ നേടി LDF രണ്ടാം സ്ഥാനത്തും. 45,180 വോട്ടിന് BJP NDA നേടി. നോക്കൂ, ഇവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു നിയമസഭാ മണ്ഡല പരിധിയിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം. അവിടെ UDF ലഭിച്ച ലീഡ് 395 മാത്രമാണ്. അത് വാമനപുരം മണ്ഡലമാണ്. വാമനപുരം മണ്ഡലത്തിലും UDFനാണ് ലീഡ്. UDF 50,667 വോട്ടാണ് അവിടെ നേടിയത്. നോക്കൂ, രണ്ടാമതെത്തിയ LDF 45,617. NDA അവിടെ മൂന്നാം സ്ഥാനത്താണ്, 40,170 വോട്ട്. UDFന് ലീഡ് 5,050 വോട്ടാണ്. വർക്കലയിൽ നോക്കൂ, വർക്കലയിൽ UDF തന്നെയാണ് ലീഡ്. 49,067 വോട്ടാണ്. LDF 47,375 വോട്ടാണ്. ഇവിടെ രണ്ടാം സ്ഥാനത്ത് LDF ആണ്. 38,333 വോട്ടാണ് NDA നേടിയത്. UDFൻ്റെ ഈ മണ്ഡലത്തിലെ ലീഡ് 2,232 ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ അവസാന നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കാട്ടാക്കടയാണ്. കാട്ടാക്കട
ലീഡ് നേടിയിരിക്കുന്നത് NDA ആണ്. നോക്കൂ, PK കൃഷ്ണദാസ് വർഷങ്ങളായി ഈ കാട്ടാക്കടയിൽ അടിസ്ഥാനപരമായി നിന്ന് വർക്ക് ചെയ്യുന്നു BJPക്ക് വേണ്ടി. BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിലും അത് കൃഷ്ണദാസ് ആണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം അദ്ദേഹം അവിടെ മണ്ഡലത്തിൽ സുപരിചിതനാണ്. അവിടെ അദ്ദേഹം കുറച്ച് കാലങ്ങളായി ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു. കാട്ടാക്കടയിൽ ലീഡ് നേടിയത് NDA ആണ്. അവരുടെ ലീഡ് 4779 ആണ്. UDF നേടിയത് 43,055 വോട്ടാണെങ്കിൽ 41,716 വോട്ട് LDF നേടി. 47,834 വോട്ടാണ് NDAയുടെ ലീഡ്. NDAയുടെ വോട്ട് 44,779 വോട്ട് ലീഡ് ഇവിടെ NDAക്കുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡല പരിധിയിൽ 7 അസംബ്ലി സെറ്റിൽമെൻറ്റുകളാണുള്ളത്. അത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നുള്ളവയാണ്. ഇവിടെയാണ് NDA ഏറ്റവും അധികം സ്ഥലത്ത് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2 സ്ഥലത്ത് NDA ലീഡ് എടുത്തപ്പോൾ നോക്കൂ, ഒരു സ്ഥലത്ത് LDFും ബാക്കി 4 ഇടങ്ങളിൽ UDFുമാണ്. ഇവിടെ 3 ഇടങ്ങളിൽ NDAയും 4 സ്ഥലങ്ങളിൽ UDFുമാണ് ലീഡ് എടുത്ത് നിൽക്കുന്നത്. ആദ്യം കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം 39,000 UDFിൻ്റെ വോട്ട് 39,602 ആണ്. LDF നേടിയത് 34,382 ആണ്. ഇവിടെ 50,444 വോട്ടാണ് NDA നേടിയിരിക്കുന്നത്. NDA ഇവിടെ വലിയ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. 10,842 വോട്ടിൻ്റെ ഭൂരിപക്ഷം NDA ഇവിടെ നേടിയിരിക്കുന്നു. അടുത്തത് കേരളം വളരെ സാഹൂതം വീക്ഷിക്കുന്ന, വളരെ കൗതുകത്തോടു കൂടി കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പുകളെ സ്നേഹിക്കുന്ന ഈ രാഷ്ട്രീയ മനസ്സുള്ള ആളുകളെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് K മുരളീധരൻ മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ P പ്രശാന്താണ് അവിടെ നിലവിലെ MLA. നോക്കൂ, വട്ടിയൂർക്കാവിലും BJP NDA ആണ് ലീഡ് നേടിയിരിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിൽ. അവിടെ UDFിൻ്റെ വോട്ട് 44,863 വോട്ടാണെങ്കിൽ ഈ LDF വളരെ പുറകിലേക്ക് പോയിരിക്കുന്നു. 28,336 വോട്ടാണ്. 53,025 വോട്ട് NDAക്ക്. NDA BJP ഇവിടെ 8,102 വോട്ടിന് 162 വോട്ടിൻ്റെ ലീഡ്. ഇത് ചെറിയ വോട്ടല്ല. ഇത് നിയമസഭാ ഇലക്ഷൻ ഈ ലീഡ് ഇതിനോടടുത്ത ലീഡ് നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിലനിർത്താൻ NDAക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ചുകൂടി ആവേശകരമാക്കുന്ന വട്ടിയൂർക്കാവിനെ. അടുത്ത് തിരുവനന്തപുരമാണ്. നെക്ക് ടു നെക്ക് ഫൈറ്റിംഗ് നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. വളരെ തീവ്രമായൊരു പോരാട്ടം നടക്കാനുള്ളൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. ഇവിടെ UDF ആണ് ലീഡ് നേടിയത്. 48,296 വോട്ടാണ് അവർ നേടിയത്. ഈ 27,000 നോക്കൂ, LDFിൻ്റെ വോട്ട് വളരെ പുറകോട്ടാണ്. 27,076 വോട്ട് മാത്രമാണ് LDF ഇവിടെ നേടിയിരിക്കുന്നത്. BJP ആയിട്ട് 43,755 വോട്ടാണ്. കോൺഗ്രസ്സിന് ലീഡ് ലഭിച്ചത് 4,541 ഒരു 2,500 വോട്ട് കൂടുതൽ BJP പിടിക്കുകയാണെങ്കിൽ അവിടെ BJPക്ക് ജയിക്കാവുന്നതാണ്. വളരെ തീവ്രമായിട്ടുള്ളൊരു നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി. അടുത്തത് രാജഗോപാലിലൂടെ ആദ്യമായിട്ട് കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന, താമര വിരിയിച്ച നേമം മണ്ഡലമാണ്. നേമം മണ്ഡലം നമുക്കറിയാം BJPയുടെ ഈ കേരളത്തിലെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. അവിടെ V ശിവൻകുട്ടിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യിച്ചു കഴിഞ്ഞ തവണ CPM. ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ വളരെ പിറകോട്ട് പോയി CPMന് 33,322 വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അതിന് ഇരട്ടിയോളം ഏതാണ്ട് 61,287 വോട്ട് NDA നേടിയപ്പോൾ 39,101 വോട്ട് മാത്രമാണ് നമ്മുടെ UDFിന് നേടാൻ കഴിഞ്ഞത്. ഇവിടെ ഭൂരിപക്ഷം നോക്കണം നിങ്ങൾ, 22,126 വോട്ട്, 22,126 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇവിടെ NDA BJPക്കുണ്ട്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് കളത്തിലിറങ്ങും എന്ന് അറിയിച്ചതിന് പ്രകാരം വളരെ കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി മാറുകയാണ്. വോട്ട് മറിക്കൽ ഇപ്രാവശ്യം സാധ്യതയില്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ മുൻതൂക്കം എല്ലാ അർത്ഥത്തിലും BJPക്കാണെന്ന് പറയേണ്ടി വരും. പാറശാലയിലും കൃത്യമായി ത്രികോണ മത്സരം നടക്കുന്ന ഒരു പ്രദേശമാണ് പാറശാല. 59,026 വോട്ട് UDF നേടിയിരിക്കുന്നു. 46,654 വോട്ടാണ് LDF നേടിയിരിക്കുന്നത്. 45,957 വോട്ട് BJP നേടിയിരിക്കുന്നു. UDFിൻ്റെ ലീഡ് 12,372 ആണ്. നോക്കൂ, ഏതാണ്ട് 500-600 വോട്ട് മാത്രമാണ് ഇവിടെ LDFും BJPയും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ അടുത്തത് കോവളം മണ്ഡലമാണ്. 64,042 വോട്ടാണ് ഇവിടെ UDF നേടിയത്. LDF പൊതുവെ ഇവിടെ 3-ാം സ്ഥാനത്താണ്. 39,137 വോട്ടാണ് ഇവിടെ LDF നേടിയിരിക്കുന്നത്. നോക്കൂ, BJP 47,376 വോട്ട് ഇവിടെ നേടിയിരിക്കുന്നു. 16,666 കുറച്ച് രസകരമായിട്ട് കാണാൻ രസമായിട്ടുള്ള ഒരു നമ്പറാണ്. 1666 16,666 വോട്ടിൻ്റെ ലീഡാണ് ഇവിടെ കോൺഗ്രസിനുള്ളത്. അവസാനത്തത് നെയ്യാറ്റിൻകരയാണ്. 58,749 വോട്ടാണ്
നമ്മുടെ UDF ഇവിടെ നേടിയിരിക്കുന്നത്. നോക്കൂ, LDFിനാവട്ടെ 35,526 വോട്ട് മാത്രമാണ്. 36,136 വോട്ടാണ് ഇവർക്ക്, അതായത് NDAക്ക് ലഭിച്ചത്. UDFിൻ്റെ ഭൂരിപക്ഷം ഇവിടെ കുറച്ച് വലുതാണ്. 22,613 വോട്ടാണ് ഭൂരിപക്ഷം. നോക്കൂ, കൃത്യമായിട്ടും UDFിന് ഒരു ഫാർ ഹെഡായിട്ടുള്ള ഒരു വളരെ മുൻതൂക്കം ഈ മണ്ഡലം കൽപ്പിച്ച് നൽകുന്നുണ്ട്. നോക്കൂ, തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയം വളരെ രസകരമാണ്. 2021 നിയമസഭാ ഇലക്ഷനിൽ 14-ൽ 13 സീറ്റും LDF ആണ് നേടിയത്. ഒരേ ഒരു സീറ്റാണ് 2016 ലോക്സഭാ ഇലക്ഷനിൽ BJP നേടിയത്. ആ അക്കൗണ്ടും ക്ലോസ് ചെയ്യിച്ച് 14-ൽ 13 സീറ്റോടുകൂടി LDF തൂത്തുവാരുകയാണ് ചെയ്തത്. കോവളം നിയമസഭാ മണ്ഡലം മാത്രമാണ് UDFിന് നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഈ സമീപ തിരഞ്ഞെടുപ്പുകളിൽ LDFിൻ്റെ പ്രകടനം വളരെ മോശമായതുകൊണ്ട് തന്നെ LDFിന് കുറച്ച് വിയർക്കേണ്ടി വരും. എങ്കിലും അവരുടെ കരുത്ത് തീരെ ചോർന്നു പോയിട്ടില്ല. അവരുടെ കരുത്ത് അവിടെ നിലനിർത്താൻ തന്നെയാണ് സാധ്യത. പക്ഷേ BJP അവിടെ കൃത്യമായിട്ട് UDFിനെ മറികടന്നുകൊണ്ടൊരു ശക്തിയായിരിക്കുന്നു. അത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് കാണാൻ കഴിഞ്ഞു. കൃത്യമായിട്ട് LDFും BJPയും തമ്മിലുള്ള മത്സരമായിരിക്കും ഈ തിരുവനന്തപുരം ജില്ലയിൽ നടക്കാൻ പോകുന്നത്. ഈ വരും വീഡിയോകളിൽ എൻ്റെ വീഡിയോകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാത്തിരിക്കുക. ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം ജില്ല ഓരോ ജില്ലയിലെയും ഓരോ നിയമസഭാ മണ്ഡലങ്ങളെയും എടുത്തുകൊണ്ട് കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അവിടെ ആര് വിജയിക്കും എന്നുള്ള ഒരു പ്രവചനം നടത്താൻ ശ്രമിക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളെയും എടുത്തുകൊണ്ട് അടുത്ത വീഡിയോകളിൽ ഓരോ മണ്ഡലങ്ങളിലും ഈ മണ്ഡലങ്ങളിൽ എത്ര വോട്ടിന് വിജയിക്കാം എന്ന് വരെ പറയാൻ സാധിക്കും. കൃത്യമായ നിരീക്ഷണങ്ങളുണ്ടെങ്കിൽ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു രാഷ്ട്രീയ ബോധം മനസ്സിലുള്ള ആർക്കും പറയാൻ സാധിക്കുന്നതാണ്. എങ്ങനെയായിരിക്കും മനസ്സ് എന്ന്, എങ്ങനെയായിരിക്കും അതിൽ തെറ്റാൻ ഏകദേശം ഒരു 20% ചാൻസേ ഉള്ളൂ. മുൻ തിരഞ്ഞെടുപ്പുകൾ കൃത്യമായി പ്രവചിച്ച ഒരു ആത്മവിശ്വാസത്തിലും ആർജവത്തിലും ഞാനിത് പറയുകയാണ്. നിങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. ഓരോ 14 മണ്ഡലങ്ങളും, തലസ്ഥാന നഗരിയാണ് തുടങ്ങുന്നത്. തലസ്ഥാന ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ ആര് ജയിക്കുമെന്ന് ഓരോ മണ്ഡലവും എടുത്തുകൊണ്ട് അതിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇവർ വിജയിക്കുന്നു എന്നും പറയാൻ ശ്രമിക്കുന്നതാണ്. സ്റ്റേ ട്യൂൺ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നന്ദി, നമസ്കാരം.